ഇന്ന് തമിഴിൽ റിലീസായ സിനിമയാണ് ഫൈറ്റ് ക്ലബ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലോകേഷ് കനകരാജാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിനു മുൻപ് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയായി പോവും. മൈക്കിൾ അതൊരു സ്പൂഫ് പടമാണോ എന്ന് ഇപ്പോഴും ഗവേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒഫീഷ്യലി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷന് വേണ്ടി ഇറങ്ങിയത് ഈ സിനിമ ഈ ഫൈറ്റ് ക്ലബിലൂടെയാണ്. കാരണം ജി സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ലോകേഷ് കനകരാജ് എന്നൊരു ഫാക്ടർ കൊണ്ടാണ് ഈ സിനിമ കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയത്. എസ്പെഷ്യലി കേരളത്തിൽ വിജയ് കുമാറാണ് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഉറിയടി 2 ഒക്കെ ഹിറ്റായ സിനിമകളാണ്. 2 മണിക്കൂർ 18 മിനിറ്റിനടുത്താണ് സിനിമയുടെ ഡ്യൂറേഷൻ. ആക്ഷൻ തന്നെയാണ് മെയിൻ. ആക്ഷൻ ഡ്രാമയാണിത്. ആക്ഷൻ ത്രില്ലർ എന്നൊന്നുമല്ല, സ്ലോ പേസിൽ പോകുന്ന ഒരു ഡ്രാമയാണിത്. ആക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഫസ്റ്റ് ഹാഫ് കിഡുമാണ് ഈ സിനിമയുടെ. സൂപ്പർ ഫസ്റ്റ് ഹാഫാണ്. പക്ക നോൺ ലീനിയറായിട്ട് പോകുന്ന, അതായത് ഫസ്റ്റ് ഹാഫിനെ ഉയർത്തുന്നത് അതിൻ്റെ എഡിറ്റിങ്ങും മേക്കിങ്ങും തന്നെയാണ്. മേക്കിംഗ് ഒക്കെ ഇതുവരെ കാണാത്ത പുതുമയുള്ള മേക്കിംഗ് ഒന്നുമല്ല, പക്ഷേ രസമുള്ള മേക്കിംഗ് ആണ്. എഡിറ്റിങ് സൂപ്പർ. ചിലയിടത്തൊക്കെ ഓവറായിട്ട് നമുക്കിത് കുറച്ച് ഓവറല്ലേന്ന് തോന്നും, പക്ഷേ എങ്കിൽ പോലും ആസ് എ ഹോൾ ഫസ്റ്റ് ഹാഫിൻ്റെ എഡിറ്റിങ് ടോപ്പാണ്. ഈ എഡിറ്റിങ്ങിൽ അവർ കളിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ പിന്നെ നോർമൽ ഒരു രീതിയാണ് കൂടുതലും. ഫസ്റ്റ് ഹാഫ് പക്ഷേ ഫുള്ള്, അതായത് കുറേ ഫൈറ്റ് ഇങ്ങനെ ഇപ്പോൾ തല്ലുമാലയൊക്കെ പോലെ തന്നെ. എനിക്ക് മെയിനായിട്ട് തല്ലുമാലയുടെ റെഫറൻസ് ആണ്. ഇവർ തല്ലുമാല റെഫറൻസ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എടുത്തായിട്ട് തോന്നുന്നുണ്ട്. ചില ഡയലോഗ് വരെ തല്ലുമാല പോലെ ഉണ്ട്. അതായത് മറ്റേ സെവൻസിനടി പൂരത്തിനടി അങ്ങനെ പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഇതിൽ എക്സാക്റ്റ് ഉണ്ട്. എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ ഫസ്റ്റ് ഹാഫിലെ തല്ലുമാലയുടെ പോലെ തന്നെ. അതായത് കുറേ തല്ല് കാണിക്കുന്നു, പിന്നെ അത് ഇൻ്റർവെല്ലിനോട് അടുത്താകുമ്പോഴാണ് എല്ലാം റൗണ്ട് ചെയ്ത് കണക്ട് ചെയ്ത് എവിടെ തുടങ്ങി എവിടെ വരെ വന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു പ്രോപ്പർ ഒരു വാടാ ചെന്നൈ വൈബാണ് എനിക്കിത് കിട്ടിയത്. വാടാ ചെന്നൈ അങ്കമാലി ഒക്കെ ആയിരിക്കും നമുക്ക് ഈ അങ്കമാലി ഡയറീസ് ഒക്കെ ആയിരിക്കും ഈ സിനിമ ഫുൾ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ എടുത്തു പറയണമെന്നുള്ളത്, മലയാള പടങ്ങളിൽ നമ്മൾ ഇഷ്ടം പോലെ തമിഴ് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. തമിഴ് സിനിമകളിൽ ഞാൻ വളരെ കുറവാണ് കേട്ടിട്ടുള്ളത്, കേട്ടില്ലെന്ന് തന്നെ വേണം പറയാം. പക്ഷേ ഈ സിനിമയിലൊരു മലയാളം പാട്ടുണ്ട്. അതിന് കാരണം ഇതിലെ ഹീറോയിൻ്റെ ക്യാരക്ടർ മലയാളിയായിട്ട് തന്നെയാണ്. പുള്ളിക്കാരി ശരിക്കും മലയാളിയാണ്. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്ട് ചെയ്ത മോനിഷ മോഹനാണ് ഈ സിനിമയുടെ ഹീറോയിൻ. ചെറിയ റോളാണ്, പക്ഷേ മലയാളത്തിലെ കുറച്ച് റെഫറൻസുകളും ഡയലോഗും ഒരു സോങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളെ മേക്കിംഗ് സെറ്റാണ്, പെർഫോമൻസുകൾ സെറ്റാണ്. വിജയ് കുമാർ സൂപ്പർ കിഡിലൻ ആക്ടറാണ്. പുള്ളിക്ക് ഒരു സ്വാഗ് ഉണ്ട്. ഇന്റർവെൽ സീനിലൊക്കെ പുള്ളിയുടെ സ്വാഗിലൂടെയാണ് സിനിമ പോകുന്നത്. ഈ മേക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഇന്റർവെൽ സീനാണ്. പക്ഷേ ഇത്രയൊക്കെ ഉള്ളപ്പോഴും സിനിമ എനിക്ക് ടോപ്പ് എന്ന് പറയാനുള്ള തോന്നിയില്ല. ഒരു എബോവ് ആവറേജ് ഫീലാണ്. അതിന് കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. സെക്കൻഡ് ഹാഫിലെ സ്ക്രിപ്റ്റ് ഫ്ലാറ്റാണ്. കറക്റ്റ് ഒരു വടചെന്നൈ അങ്കമാലി സാധനം ഇവർ ഒരുപാട് സിനിമയിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തു വെച്ച പോലെ ഉണ്ട്. അല്ലാതെ നമുക്കൊരു പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയും ഈ അവസാനമൊക്കെ സ്ഥിരം പരിപാടിയാണ്. അവസാനമൊക്കെ വീണ്ടും രക്ഷിക്കുന്ന എഡിറ്റിംഗ് ആണ്. എഡിറ്ററെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഡയറക്ടറും റൈറ്ററും ഒക്കെ കൂടെ പ്ലാൻ ചെയ്തായിരിക്കും എഡിറ്റിംഗ് അങ്ങനെ. അതായത് ഇത് എഴുതിയ സമയത്ത് തന്നെ എഡിറ്റിംഗ് ഇങ്ങനെ വേണം എന്നൊരു പ്ലാൻ തന്നെ ആയിരിക്കും അവർ ചെയ്തത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സൂപ്പർ, സെക്കൻഡ് ഹാഫ് ഒരു ഓക്കേഷ്, ഒരു ആവറേജ് തോന്നിയുള്ളൂ. അങ്ങനെ അകത്തൊക്കെ എനിക്കൊരു എബോവ് ആവറേജ് വാച്ചാണ് ഫൈറ്റ് ക്ലബ്ബ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3 ഔട്ട് ഓഫ് 5 ആണ്.